ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. വേനൽക്കാലത്ത് നടാൻ പറ്റിയ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണേ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എത്ര വേനലായാലും നമുക്ക് അങ്ങനെ കരിഞ്ഞൊന്നും പോകത്തില്ല. അതിൽ ഫസ്റ്റ് തന്നെ ഉള്ളതാണ് കേട്ടോ വിൻക പ്ലാന്റ്. വേനൽക്കാലത്ത് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ വിൻക പ്ലാന്റ്. കാരണം അത് എത്ര വെയിൽ കൊണ്ടു കഴിഞ്ഞാലും അതങ്ങനെ കരിഞ്ഞു പോകത്തില്ല. എന്നും ഫ്ലവറിങ് ഉള്ളൊരു പ്ലാന്റ് ആണ്. മഴയായാലും വെയിലായാലും ഇതിലെന്നും പൂക്കളുണ്ടാവും കേട്ടോ. അതിൻ്റെ 2-3 ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. വൈറ്റ്, ഇത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണേ. പിന്നെ പേർപ്പിൾ ഷെയ്ഡ്, നാടൻ പേർപ്പിൾ ഷെയ്ഡിലുള്ളതുണ്ട്, റെഡ് ഉണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞ് പോയേക്കണേണ്. ഇത് എത്ര വെയിൽ കൊണ്ട് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെയൊക്കെ തൈകളൊക്കെ നമുക്ക് നഴ്സറിയിൽ അവൈലബിൾ ആണ്. അടുത്തത് ഈ കാണുന്ന പ്ലാന്റ് ആണ്. ഇതിനെ ചൈനീസ് പേർപ്പിൾ അങ്ങനെ എന്താണ്ടോ ഈ പ്ലാന്റിൻ്റെ പേര്. ഇതിങ്ങനെ ക്രീപ്പറായിട്ട് ഇങ്ങനെ പടർന്നു പോകുന്നൊരു പ്ലാന്റ് ആണ്. കൊല കുത്തിയാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നത്. ഒരു ചെറിയൊരു തൈ ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. ഇതിപ്പോൾ പിടിച്ച് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കയറി എന്നും പൂക്കളാണ്. മഴയായാലും വെയിലായാലും ഒക്കെ അതിൽ പൂക്കളുണ്ടാകും. അതിപ്പോൾ മെലസ്ഡോമ പ്ലാന്റിലേക്ക് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കയറിയേക്കണേ കേട്ടോ. വൈറ്റ് കളറിൽ ശരിക്കും നമ്മുടെ കോളാമ്പി പൂവില്ലേ, അതിൻ്റെ ഒരു ചെറിയ പൂ പോലെ നമുക്ക് പറയാം. ഇത് മെലസ്ഡോമ പ്ലാന്റ്. ഇതിപ്പോൾ ഞാൻ ചട്ടിയിലാണ് നട്ടേക്കണത്. ശരിക്കും നമുക്ക് താഴെ മണ്ണിൽ നടണമെങ്കിൽ ഒരു കുറ്റിച്ചെടി പോലെ നിന്നിട്ട് എന്നും ഫ്ലവേഴ്സ് ആയിരിക്കട്ടെ. എല്ലാം കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പേർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കുകയെ. ഇത് പേൾ പ്ലാന്റ് ആണ്. പേൾ പ്ലാന്റ് ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡും പേർപ്പിൾ ഷെയ്ഡും എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോട്ടിൽ വെക്കേണ്ട ഒരു പ്ലാന്റ് അല്ല, നമുക്ക് താഴെ മണ്ണിൽ നടേണ്ട പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഫ്ലവേഴ്സ് മൊത്തം ഇപ്പോൾ ആ റോഡ് സൈഡിലേക്കാണ് ഉണ്ടായി കിടക്കണേ. ഞാൻ കാണിക്കാം കേട്ടോ അത്. അടുത്തത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളേ. ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഫ്ലവറാണ് ഇത്. നമുക്ക് ഒരിക്കലും വേനൽക്കാലത്ത് വെയിലത്തൊന്നും മഴയത്തായാലും അങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അടുത്തത് മാൻഡുവില്ല പ്ലാന്റ് ആണ്. ഇതിലിപ്പോൾ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായതാണൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയി. ആകെ 2-3 ഫ്ലവേഴ്സ് നിൽക്കണുള്ളൂ. ഞാൻ ഗ്രില്ലിലേക്ക് ഇങ്ങനെ പടർത്തി കയറ്റിയേക്കണേനെ. ഇതുപോലെ തന്നെ വെയിലൊക്കെ കൊണ്ടാൽ നല്ലതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ. അത് കാക്കപ്പൂവ്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇത് നമുക്ക് നടേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ വിത്ത് വീണ് ഇങ്ങനെ പിടിച്ചു പോയിക്കോളും. ഇതിപ്പോൾ കാണിച്ച വിൻക പ്ലാന്റിൻ്റെ വയലറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. അടുത്തത് നാടൻ പെറ്റൂണിയാണ്. ഇതിൻ്റെ ഒരു വസന്തം തന്നെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നിറയെ ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കണേന്. ചെറിയൊരു തണ്ട് എനിക്ക് കിട്ടിയതാണ്. അത് ഞാനിങ്ങനെ എല്ലാ പോട്ടിലേക്കും ഇതുപോലെ തന്നെ കുത്തി ഹാങ് ചെയ്തിട്ടു. നല്ലതുപോലെ പിടിച്ചിപ്പോൾ പടർന്ന് പിടിച്ച് നല്ലതുപോലെ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടോ. അതിൻ്റെ ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ പല കളേഴ്സിൽ വരുന്ന ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് നമുക്ക് നഴ്സറിയിലൊക്കെ കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എത്ര വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ അങ്ങനെ കരിഞ്ഞു പോകത്തില്ല കേട്ടോ. എന്തും നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കണം, പക്ഷെ അങ്ങനെ കരിഞ്ഞു പോകത്തില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ആ പേൾ പ്ലാന്റിൻ്റെ ഫ്ലവറാണ് കേട്ടോ. ഇതും അതുപോലെ കൊല പോലെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വിൻക പ്ലാന്റിൻ്റെ ചെറിയ സ്മോൾ സൈസിലുള്ള ഒരു പൂവാണ് കേട്ടോ. ഇത് വിൻക പ്ലാന്റിൻ്റെ എൻ്റെ പേർപ്പിൾ ഷെയ്ഡിൽ വരുന്നത്. പിന്നെ നമുക്ക് വേനൽക്കാലത്ത് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ 10 മണിപ്പൂവ്. 10 മണിപ്പൂവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ പൂക്കളുണ്ട്. അടുത്തത് ലെന്താന പ്ലാന്റ് ആണ്. ലെന്താന പ്ലാന്റിൻ്റെ 2-3 ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ യെല്ലോ ഷെയ്ഡാണ്. ഇത് നമ്മുടെ കോഴിപ്പൂവാണ്. കോഴിപ്പൂവ് ഇതുപോലെ തന്നെ ഏതൊരു സീസണിൽ നമുക്ക് നടാൻ പറ്റിയൊരു പ്ലാന്റാണ് കോഴിപ്പൂവ്. ശരിക്കും പറഞ്ഞാൽ പെറ്റൂണിയ പ്ലാന്റാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ഗാർഡനിൽ. കാരണം അത്രമാത്രം പൂക്കൾ നിറയെ ഉണ്ടായി നിൽക്കണേന്ന്. ഇതിപ്പോൾ ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവർ. ഞാനിപ്പോൾ സ്റ്റെപ്പിൽ വെച്ചേക്കണ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കണേ. ബിഗോണിയയുടെ ചെടി, അതിലൊരു ചെറിയൊരു പൂവുണ്ട്, ലെന്താന. ഇതൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് പോലും ഇത്ര വെയിൽ കൊണ്ടിട്ടും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ. ഇത് നമ്മുടെ വാഴപ്പൂവ് എന്നാണ് ഞാൻ പറയണത്. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല. ശരിക്കും ഇതൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 1, 2, 3, 4 മാസം അങ്ങനെ തന്നെ നിൽക്കോട്ടെ. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞു. നമ്മുടെ ചെമ്പരത്തിയാണ്. പിന്നെ ഇത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ് കേട്ടോ. ശ്രീലങ്കൻ ജാസ്മിൻ ഈ ഫ്ലവർ 2-3-4 ദിവസം ഇതുപോലെ തന്നെ നിൽക്കുകയും നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും താഴെ നട്ട് കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് വെച്ച് പോകുന്നൊരു പ്ലാന്റാണ്. മന്ദാരമാണിത്. പിന്നെ ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് ശരിക്കും ഓർക്കിഡ് പോലെ തന്നെ കുറേ നാൾ ഇങ്ങനെ തന്നെ നിൽക്കുകയും. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ വേനൽക്കാലത്ത് നടാൻ നമുക്ക് നല്ലതാണ്. കാരണം അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കൊഴിഞ്ഞൊന്നും പോകാത്ത ഫ്ലവേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തതിൻ്റെ സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.